Are you guys having a good time? I can't hear you. You want some more? ബുദ്ധിപൂർവ്വം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പ്രോബ്ലം ആവും. ഏയ് ഒരു കാര്യം ചെയ്യേ, അവളെ പർദ്ദ ഇടിച്ചോണ്ട് വാ. പർദ്ദയോ? എല്ലാവരുടെ മുന്നിലൂടെ സേഫ് ആയിട്ട് കൊണ്ടുപോകണം ഇവിടെ. പക്ഷെ ഇവൾക്ക് ബോധമില്ലല്ലോ. അത് നല്ല കാര്യമല്ലേ? കൂടുതൽ ബലം പ്രയോഗിക്കേണ്ട ആവശ്യം വരില്ല. ഇവൾക്കെതിരെ സാമർത്ഥ്യവും കൂടുതലാ. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പറയണം ഇവൾ പേഷ്യന്റ് ആണെന്ന്. ആളുകൾ തനിയെ വഴിമാറി തരും. മനസ്സിലായോ? പോ. Guys, it's our last song for the day. യെസ്, എന്റെ ട്രിക്ക് ഫലിച്ചു. അണ്ണാ വേഗം വേഗം വേഗം. ബലൂണേ, ബലൂണേ, ബലൂണേ. പ്രിയ, പ്ലീസ് ഒന്ന് മാറി തരൂ. ഞാനൊന്ന് പൊയ്ക്കോട്ടെ. എനിക്ക് പോണം അങ്ങോട്ട്, പ്ലീസ്. ഏട്ടൻ ഇത് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ആരെങ്കിലും ഈ റോഡിന്റെ നടുക്ക് കോൺസേർട്ട് നടത്തോ? ഒരു പ്ലാനിങ്ങും ഇല്ല, യാതൊരു സെക്യൂരിറ്റിയും ഇല്ല. എനിക്ക് മനസ്സിലാവുന്നില്ല ഏട്ടൻ ഇത് എന്ത് ഭാവിച്ചാലും. എനിക്ക് തോന്നുന്നത് അബി ഈ റോഡിൽ നടത്തുന്ന കൺസേർട്ടിൽ എന്തോ കണക്ഷൻ ഈ കിഡ്നാപ്പിംഗുമായി ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നില്ല അബി ഒന്നും ആലോചിക്കാതെ എന്തെങ്കിലും ചെയ്യുമെന്ന്. അത് ഏട്ടൻ എന്ത് ആലോചിച്ചിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യോ? ഈ കോർപ്പറേറ്റർ ഇത്ര മണ്ടനായ ഒരുത്തനായതുകൊണ്ട് അവൻ പിടിക്കപ്പെടുകയും ചെയ്യും. അതിന്റെ കൂടെ നമ്മളെയും കേൾക്കും. ആര്?
ആരാ നിങ്ങൾ രണ്ടുപേരും കൊടുക്കാൻ നോക്കുന്നേ? ആന്റി, ഞാനത് തനുവിനോട് പറയായിരുന്നു. നോക്ക, ഞാൻ ഇവൾക്ക് ഒരു കോൺട്രാക്ട് കൊടുത്തിരുന്നു, ഒരു ആഡിന്റെ. ഇവൾക്ക് വേറൊരു കോൺട്രാക്ട് കിട്ടിയതുകൊണ്ട് ഇപ്പൊ പറയുന്നു ഞാൻ കൊടുത്ത കോൺട്രാക്ട് ചെയ്യാൻ പറ്റില്ലെന്ന്. അപ്പോ ഇവള് ആ ആഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കുടുങ്ങിപ്പോയില്ലേ? അല്ല ആന്റി, ആന്റി എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ? സംസാരിച്ചിന്ന് ഞാനും അത് മറന്നു. ചേച്ചി നിങ്ങളെ രണ്ടുപേരെ അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങൾ വന്നേക്കാം ആന്റി. വേഗം വരണേ. ശരി മക്കളെ. അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അച്ഛമ്മേ, അച്ഛമ്മേ റിലാക്സ്, ഞാനില്ലേ ഇവിടെ. ഹലോ ഏട്ടൻ ഇത് എന്താ ചെയ്യുന്നേ? ഇങ്ങനെ റോഡിന്റെ നടുക്ക് ആരെങ്കിലും കോൺസേർട്ട് ചെയ്യോ? ഒരു പ്ലാനിങ്ങോ ഒരു സെക്യൂരിറ്റിയോ ഇല്ലാതെ ഏട്ടൻ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അതുപോലെ ഇതൊക്കെ ചെയ്യാനുള്ള ടൈമാണോ ഇത്? ഈ ടൈമിൽ പ്രിയ എടുത്ത് ആലിയ, പ്രിയയെ കിഡ്നാപ്പ് ചെയ്തവർ ഈ സിറ്റിക്ക് പുറത്ത് കിടക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ ഷോ ചെയ്തേ. ഏട്ടാ, കിഡ്നാപ്പേഴ്സിനെ പിടിക്കാൻ പറ്റിയോ? അല്ലേ, ഞാൻ പ്രിയയെ കണ്ടതാണ്. ഞാൻ അവളുടെ വളരെ അടുത്തായിരുന്നു. പക്ഷെ എനിക്ക് അവളെ രക്ഷിക്കാൻ സാധിച്ചില്ല. പിന്നെ ഏട്ടാ, ഏതെങ്കിലും കിഡ്നാപ്പേഴ്സിനെ ഏട്ടൻ കണ്ടോ? ഐ മീൻ, അറിയാനെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്, ആരാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന്? ആലിയ, ഞങ്ങൾ ഒരുത്തനെ പിടിച്ചിട്ടുണ്ട്. ഇനി അവനിലൂടെ ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തും. ഐ വിൽ ട്രേസ് എവരിവൺ. ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. ഏട്ടാ, ഏട്ടന് നല്ല സ്ട്രെസ് ആവുന്നുണ്ട്. ഏട്ടനൊരു കാര്യം ചെയ്യേ, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരൂ. ടിവിയില് ഏട്ടന്റെ ആ റോഡ് സൈഡ് കോൺസേർട്ട് കണ്ടിട്ട് അച്ഛമ്മ ആകെ വിഷമത്തിലായിരിക്കുക. ഏട്ടൻ അറിയാലോ, ഏട്ടനല്ലാതെ അച്ഛമ്മയെ സമാധാനിപ്പിക്കാൻ ആർക്കും പറ്റില്ല. സോ പ്ലീസ് കം ഹോം ഫാസ്റ്റ്. ആലിയ, ഞാൻ കുറച്ച് കഴിഞ്ഞെത്താം. ശരി ഏട്ടാ. വണ്ടിയൊക്കെ ഇവിടെ തന്നെ കിടന്നോട്ടെ. പിന്നീട് എവിടെയെങ്കിലും മാറ്റിയിട്ടേക്കണം. നമ്മൾക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിൽ. എവിടേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും എന്റെ ഭർത്താവിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടില്ല. അത് ഞാനാണ് പറയേണ്ടത് പ്രിയ. നിന്റെ ഭർത്താവ് എത്രയൊക്കെ ശ്രമിച്ചാലും ഒരിക്കലും എന്നെ പിടിക്കാൻ സാധിക്കില്ല. കണ്ടതല്ലേ നീ? ഇത്രയും പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് നിന്നെ പൊക്കിക്കൊണ്ട് വന്നില്ലേ? അവനൊന്നും ചെയ്തില്ലല്ലോ. ഒരു കാര്യം പറയട്ടെ, ഞാൻ അവന്റെ വലിയൊരു ഫാനാ. എന്താ അവന്റെ ഒരു പാട്ട്, അടിപൊളിയല്ലേ? എനിക്ക് അവന്റെ ശബ്ദം ഇഷ്ടമാ, പക്ഷെ ബുദ്ധിയില്ല. നീ എന്താ വിചാരിച്ചത്? എന്നെ അദ്ദേഹത്തെ നിന്ന് അകറ്റാൻ കഴിയുന്ന നിനക്കറിയില്ല. അദ്ദേഹം എന്റെ അടുത്തേക്ക് വന്നോണ്ടിരിക്കുക. എന്നെ അദ്ദേഹം കണ്ടെത്തി കഴിഞ്ഞ പിന്നെ നിന്റെ ബുദ്ധി കൊണ്ട് പോലും നിനക്കൊരു ഉപയോഗം ഉണ്ടാവില്ല. ഓടി രക്ഷപ്പെടാൻ ഈ കാലും. ആണോ? നിനക്ക് തോന്നുന്നുണ്ടോ അവൻ നിന്നെ രക്ഷിക്കാൻ വരുമെന്ന്? എന്ത് ചെയ്യാനല്ലേ പ്രിയേ? പ്രേമം ഒരു പ്രത്യേക സംഭവം തന്നെ. മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റില്ല എന്താണ് ശരിയെന്നും എന്താണ് തെറ്റെന്നും. നമുക്ക് നോക്കാം നിന്റെ തലയിലെഴുത്ത് എന്താണെന്ന്. ഇതാണ് നിന്റെ തലയിലെഴുത്ത്. ഇത് പറയും നിന്റെ ഭർത്താവിന് നിന്നോട് സ്നേഹമുണ്ടോ അതോ ഇല്ലയോ എന്ന്. ഒരുപക്ഷെ ഹെഡ് വന്നാൽ അവൻ നിന്നെ കൊണ്ടുപോകാൻ വരും. ഇനിയിപ്പോ ടെയിലായാൽ ഒരിക്കലും വരില്ല. അതിനും അറിയാം നിന്റെ ഭർത്താവിന് നിന്നോട് ഒട്ടും സ്നേഹമില്ല എന്ന്. നിനക്കറിയാമോ അവൻ വരാതിരിക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്ന് പ്രിയ? നീയല്ലേ അവന്റെ ഭാര്യ. ഒരു കാര്യമുണ്ട്, അവന്റെ ഹൃദയം ഇപ്പോൾ വേറൊരാളുടെ കയ്യിലാണ്. നീ ഇപ്പോ ആലോചിക്കായിരിക്കും അതെങ്ങനെ എനിക്കറിയാമെന്ന്. പ്രേമത്തിന്റെ കാര്യങ്ങളൊക്കെ എന്നെക്കാൾ കൂടുതൽ വേറെ ആർക്കാ അറിയുക? എനിക്ക് തനുവിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം.
നിന്റെ ഭർത്താവ് അബി ദ റോക്ക് സ്റ്റാർ നിങ്ങളുടെ അച്ചമ്മയെ കാണിക്കാൻ വേണ്ടി മാത്രമായി ഈ നാടകം കളിക്കുന്നത്. അവൻ വഴിയിൽ കിടന്ന നാട്ടുകാരുടെ മുന്നിൽ കളിച്ച നാടകമുണ്ടല്ലോ, നിന്നെ വലിയ സ്നേഹമാണെന്ന് കാണിക്കാൻ വേണ്ടി കളിച്ചത്. സത്യം പക്ഷേ അതല്ല, അവന് നിന്നോട് യാതൊരു സ്നേഹവുമില്ല. അവൻ ആഗ്രഹിക്കുന്നത് നീ ഇനി ഒരിക്കലും അവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരരുതെന്ന്. എന്നാലേ അവന് തനുവിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. ഒന്ന് നോക്കിയാൽ ഞാൻ അവനെ ഹെൽപ്പല്ലേ ചെയ്യുന്നത് പ്രിയ. അതുകൊണ്ട് ഞാൻ എന്തിനു പേടിക്കണം? പേടിക്കേണ്ടത് അവനല്ലേ ഭാര്യ എങ്ങാനും തിരിച്ചു വരുമോ എന്നോർത്ത്. ഞാൻ ആലോചിക്കുന്നത് അവനോടൊരു ഡീൽ വെച്ചാലോ എന്ന്. ആർക്കറിയാം, ചിലപ്പോൾ അവൻ തന്നെ നിന്നെ കൊല്ലാനുള്ള പെർമിഷൻ തന്നാലോ. പ്രിയ, ഞാനൊരു തമാശ പറഞ്ഞതാ. നിന്നെ കൊന്നിട്ട് എനിക്ക് എന്ത് കിട്ടാൻ? പക്ഷേ നിന്നെ ജീവനോടെ തിരിച്ചു വിട്ടാൽ അതെനിക്ക് കുഴപ്പമാ. അതുകൊണ്ട് കുറച്ച് ബുദ്ധിപൂർവ്വം ആലോചിക്കേണ്ടതുണ്ട് നിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ശരി, പോകാനുള്ള സമയമായി പ്രിയ. വയ്ക്കോട്ടെ. അബി, വന്ന മോനെ. ദൈവത്തിന് നന്ദി. എത്ര നേരമായി ഞങ്ങൾ കാത്തു നിൽക്കുന്നു. അവളാണെങ്കിൽ മുറിയിൽ തന്നെ ഇരിക്കുക, പ്രിയ വരുന്നതും കാത്ത്. അബി മോനെ, പ്രിയ എവിടെ? നിനക്കറിയില്ലേ ഇവന് തമാശ കാണിക്കുന്ന ശീലമുണ്ടെന്ന്. പ്രിയ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ വന്ന് അഭിനയിക്കുക. ആ ചേച്ചി, എനിക്ക് നന്നായിട്ട് അറിയാം ഇവന്റെ കുട്ടിക്കളി. നീ വെറുതെ കളിയെടുക്കാതെ പ്രിയ വേഗം കൊണ്ടുവാ. മോനെ അബി, ഇന്നത്തെ ദിവസം ഞങ്ങളെ കളിപ്പിക്കല്ലേ. മോന്റെ അച്ഛമ്മ പ്രിയെ കാണാതെ ഭയങ്കര വിഷമത്തില. നീ വേഗം അവളെ ഒന്ന് കൊണ്ടുവാ, എങ്കിലേ അവർക്ക് സമാധാനാവൂ. വിളിക്ക അവളെ. എവിടെയാ അവള്? ആന്റി, പ്രിയ എനിക്ക് എന്റെ കൂടെ കൊണ്ടുവരാൻ പറ്റിയില്ല. അവളെ എനിക്ക് കിട്ടിയില്ല. നിനക്ക് എങ്ങനെ കിട്ടാനാ? നീ ചേച്ചിക്ക് കൊടുത്ത വാക്ക് സത്യമല്ല, നോണയാ. നിനക്ക് നാണമില്ലേ? ഇവിടെ ഞങ്ങൾ എല്ലാവരും എത്ര വിഷമത്തില്. പക്ഷെ നീ ഇവിടെ റോഡിൽ നിന്ന് പാട്ടും പാടിക്കൊണ്ട് നടക്കുന്നു. ഞങ്ങൾ കരുതിയത് പ്രിയ നിനക്ക് കിട്ടിയെന്ന ആ സന്തോഷത്തിലാണ് നീ പാടുന്നതെന്ന. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല അല്ലേ? നിനക്ക് നിന്റെ ഫാൻസിന്റെ സന്തോഷമാണ് വലുത്. നിനക്ക് നിന്റെ പാവപ്പെട്ട അച്ഛമ്മയുടെ സന്തോഷത്തേക്കാൾ നിനക്ക് നിന്റെ ഫാൻസിന്റെ കൈയടിയുടെ ശബ്ദമാണ് വലുത്. നിനക്ക് പ്രിയയെ കാണാതെ ഇതിൽ യാതൊരു ദുഃഖവും ഇല്ല അല്ലേ? നിനക്ക് അവിടെ നിന്ന് ഷോ കാണിക്കാനാണെങ്കിൽ ഞങ്ങളോട് എന്തിനാ നുണ പറഞ്ഞത്? ഞങ്ങളെല്ലാം കരുതിയത് നീ പ്രിയയും വിളിച്ചോണ്ട് വരുമെന്നാ. നിനക്കറിയാമോ ഞങ്ങൾ ഇവിടെ എന്തുമാത്രം വിഷമത്തിലാണെന്ന്? അവിടെ നിന്റെ അച്ഛമ്മ ഭക്ഷണവും വെള്ളമില്ലാതെ ഒറ്റ ഇരിപ്പ. പക്ഷെ അതുകൊണ്ട് നിനക്ക് എന്താല്ലേ? നീ നിന്റെ ഷോ ഗംഭീരാക്കിയല്ലോ. പോയി നിന്റെ മുറി കയറി TV തുറന്ന് നിന്റെ വീഡിയോയും കണ്ടുകൊണ്ടിരിക്കെ. ആന്റി എന്താ ഈ കാണിച്ചത്? ഒന്നും ആലോചിക്കാതെയും മനസ്സിലാക്കാതെയും അബിയുടെ നേരെ കൈ ഉയർത്തി. നിങ്ങൾക്കറിയോ ഏറ്റവും കൂടുതൽ ടെൻഷൻ അവൻ അനുഭവിക്കുന്നത്? ആ ഷോ അവൻ ഫാൻസിന് വേണ്ടി അല്ല ചെയ്തത്. അവൻ ആ ഷോ പ്രിയച്ചെ തിരയാൻ വേണ്ടി ചെയ്ത. ആന്റി, പോലീസുകാരാ പറഞ്ഞത് കിഡ്നാപ്പേഴ്സ് പ്രിയച്ചെ കൊണ്ട് സിറ്റിക്ക് പുറത്തു പോകാൻ അനുവദിക്കാൻ പാടില്ലെന്ന്. എക്സ്ട്രാ ഫോഴ്സ് എത്തിച്ചേരാനും 1 മണിക്കൂർ എടുക്കുമെന്ന്. അപ്പൊ അവൻ ഒന്നും ആലോചിക്കാതെ എല്ലാവരുടെ മുന്നിൽ വെച്ച് കോൺസെർട്ട് നടത്തി. റോഡ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ആ സമയം കൊണ്ട് പോലീസ് പ്രിയച്ചെ കണ്ടുപിടിക്കുമല്ലോ. അവൻ ഒരു കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയത്. അവിടെ അവന്റെ ഫാൻസ് മാത്രമല്ല, ശത്രുക്കൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു. അവൻ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അവൻ അതൊന്നും ചിന്തിച്ചില്ല. അവൻ അവനേക്കാൾ കൂടുതൽ പ്രിയച്ചെ കുറിച്ച് ആലോചിച്ചത്. എന്നിട്ട് നിങ്ങൾ അവനെ... എന്റെ ദൈവമേ, ഞാൻ എന്താ ചെയ്തത്? എന്റെ മകൻ ആകെ വിഷമത്തിലാണെന്നറിയാതെ ഞാൻ അവനെ വീണ്ടും വേദനിപ്പിച്ചു. താങ്ക് ഗോഡ് അബി വീടെത്തിയല്ലോ. എന്തായാലും അവന് പ്രിയെ കിട്ടിയില്ല. ജസ്റ്റ് ഫിഷ് അവന് കിട്ടാനും പാടില്ല. നിനക്കെന്തായാലും സന്തോഷമായി. പക്ഷെ ഏട്ടന്റെ അവസ്ഥ എന്താണെന്ന് നീ കണ്ടോ തനു? അവൾ ഒറ്റയൊരുത്തി കാരണം ഏട്ടന് അടിയും കിട്ടി. പാവം ഇപ്പൊ ആകെ വല്ലാത്ത അവസ്ഥയിലായിരിക്കും. ഐ തിങ്ക് നീ ഇപ്പൊ ഏട്ടന്റെ അടുത്ത് പോണം തനു.
ഇല്ല ആലിയ, ഇപ്പോ അഭി ഒറ്റയ്ക്കാണ് ഇരിക്കേണ്ടത്. നന്നായി അവനൊരു അടി കിട്ടിയത്. ഹി ഡിസേർവ്സ് ദാറ്റ് സ്ലാപ്പ്. അവൻ എപ്പോഴും എന്നെ ഇഗ്നോർ ചെയ്യല്ലേ. ഇപ്പൊ നോക്കിക്കും, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ എന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും അവന്. അയ്യോ മാഡ്, നിന്റെ തലയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഏട്ടൻ ഇങ്ങനെ ഒരു ഡിവാസ്റ്റേറ്റഡ് സ്റ്റേജിൽ ഇരിക്കുമ്പോ നീ ഏട്ടനെ കാണാൻ പോവില്ല അല്ലേ? ഹി ഡിസേർവ്സ് ഓൾ ദീസ്. എന്റെ തനു, ഈ ദിവസത്തിന് വേണ്ടിയല്ലേ നീ കാത്തിരുന്നത്? ഏട്ടൻ ഇതുപോലെ ഒരു ഇമോഷണൽ സ്റ്റേജിൽ ഇരിക്കുമ്പോ ആണ് നിന്റെ ആവശ്യം ഏറ്റവും കൂടുതലുള്ളത്. ഈ സമയത്ത് അവിടെ നിനക്ക് പോയി ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാം. നീയാണ് ഏറ്റവും അധികം ഏട്ടനെ കുറിച്ച് ആലോചിക്കുന്നതെന്ന്. ഏട്ടന്റെ ലൈഫിൽ നീ അല്ലാതെ വേറെ ആരുമില്ല. എന്നിട്ടാണ് നീ പറയുന്നത് ഏട്ടന്റെ അടുത്ത് പോവില്ലെന്ന്. നീ ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റി നിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയാ വിട്ടുകളയുന്നേ? ഒരുപക്ഷെ നീ പോയില്ലെങ്കിലുണ്ടല്ലോ തനു, ഏട്ടനാകെ ഗിൽറ്റി അടിക്കും പ്രിയെ തിരിച്ചു കിട്ടാത്തത് ഏട്ടൻ കാരണമാണെന്ന് വിചാരിച്ച്. പിന്നെ രാവും പകലും അവളെ കുറിച്ച് മാത്രം ഓർത്തുകൊണ്ടേയിരിക്കും. നിനക്ക് നല്ലതുപോലെ അറിയാൻ തനു, ഏട്ടന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായ ഏട്ടൻ അച്ചമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല, ഏട്ടന് വേണ്ടി തന്നെ എത്ര വലിയ മലയുടെ മുകളിൽ നിന്നും അവളെ തിരിച്ചു പിടിച്ചോണ്ട് വരും. എന്റെ ഏട്ടനെ നിനക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. യു ആർ ഗോണ ലൂസ് ഹിം ഫോർ എവർ. നിനക്ക് നിന്റെ പാവപ്പെട്ട അച്ഛമ്മയുടെ സന്തോഷത്തേക്കാൾ നിനക്ക് നിന്റെ ഫാൻസിന്റെ കൈയടിയുടെ ശബ്ദമാണ് വലുത്. ഏട്ടാ, ആന്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ അതോർത്ത് വിഷമിക്കല്ലേ പ്ലീസ്. അവർക്കാർക്കും സംഭവിച്ചതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ചേച്ചിയെ കണ്ടുപിടിക്കാൻ വേണ്ടി ചേട്ടൻ എത്ര ശ്രമിച്ചൊന്നും അറിയില്ല. എന്ത് ശ്രമിച്ചെന്ന് ബുൾബുൾ? ഞാൻ എന്താ ചെയ്തേ? ഒന്നും ചെയ്തില്ല. ആന്റി പറഞ്ഞത് ശരിയാണ്, ഞാനത് കേൾക്കേണ്ടതാണ്. ഇല്ല ഏട്ടാ, പ്ലീസ് അങ്ങനെ പറയില്ലേ. ഇൻഫാക്ട് ചേട്ടൻ ചേച്ചിക്ക് വേണ്ടി ചെയ്തതൊന്നും മറ്റാർക്കും ചെയ്യാൻ സാധിക്കില്ല. എന്നാ പിന്നെ എന്തുകൊണ്ട് പ്രിയ എന്റെ കൂടെ ഇല്ല? എന്തിനാ എന്റെ ഫാമിലി എന്നോട് ദേഷ്യപ്പെടുന്നേ? എനിക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാ? ബുൾബുൾ, നമ്മൾ പരിശ്രമിച്ചാൽ വിജയം കിട്ടുമെന്നാണെങ്കിൽ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെ പറയണം. എല്ലാ തെറ്റും എന്റേതാണ്. ഞാനവിടെ എന്റെ ഫാൻസിനെ വിളിച്ചു കൂട്ടി. അവരായിരുന്നു എപ്പോഴും എന്റെ ഏറ്റവും വലിയ ശക്തി. പക്ഷെ ഇപ്പോൾ അവർ തന്നെ എന്റെ ഏറ്റവും വലിയ ബലഹീനതയുമായി മാറി. അവരിലൂടെയാണ് ഞാൻ എന്റെ പ്രിയയെ തെരഞ്ഞത്. പക്ഷെ അവർ കാരണം എനിക്ക് അവളെ ഇപ്പോൾ നഷ്ടമായി. ഓ, ആ കണ്ണാടിക്കാരി പോയപ്പോഴേക്കും ബുൾബുൾ വന്നു. എനിക്ക് എന്റെ അബിയുടെ കൂടെ ഒന്ന് ഇരിക്കാൻ പോലും ഇവിടെ ആരും സമ്മതിക്കുന്നില്ല. ഇനിയിപ്പോ വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. അമ്മേ, ബുൾബുൾ, പ്രിയയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അമ്മേ, അത് ചേച്ചി, ഞാൻ അവിടെ വന്നിട്ട് പറയാമേ. ഹലോ, എനിക്ക് മാപ്പ് തരൂ ആന്റി. എനിക്ക് ആന്റിയുടെ മോളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല.